നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പറ്റിക്കലിൻ്റെ കഥയാണ്. ഇതിൽ ആരെയാണ് പറ്റിച്ചതെന്ന് ഈ ചെറിയ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടഗിരിയിലാണ്. കോട്ടഗിരി എന്ന് പറയുന്നത് ഊട്ടിക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പോയിൻ്റാണ്. അത് ഒരു നല്ലൊരു സ്ഥലമാണ്. അത് ക്ലൈമറ്റ് കൊണ്ടും അവിടുത്തെ കാഴ്ചകൾ കൊണ്ടും ഏകദേശം ഊട്ടിയേക്കാൾ സൗന്ദര്യമുള്ള ഒരു സ്ഥലമാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ കോട്ടഗിരിയിൽ വന്നു കഴിഞ്ഞപ്പോൾ കോട്ടഗിരിയിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കാണാനുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ച് അട്രാക്ഷൻസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടൊരു പോയിൻ്റാണ് കാതറിൻ വാട്ടർഫാൾ. വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താണല്ലോ. അതിപ്പോൾ കുടിക്കുന്ന വെള്ളമായാലും കുളിക്കുന്ന വെള്ളമായാലും നമുക്ക് ഭ്രാന്താണ്. അപ്പോൾ ലൊക്കേഷൻ നോക്കി ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെയാണ് അതിൽ കൊടുത്തേക്കുന്നത്. ഒരുപാട് ആളുകൾ ഇരുന്ന് കുളിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. എന്നാൽ പിന്നെ കണ്ണുമുട്ടി അങ്ങോട്ട് തന്നെ പോയേക്കാമെന്ന് വിചാരിച്ചു. ആ ഫോട്ടോസൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ കോട്ടഗിരി ടൗണിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഏകദേശം 7.7 കിലോമീറ്ററാണ് നമ്മൾ മാപ്പിൽ കാണിക്കുന്നത്. അതായത് കോട്ടഗിരി ജംഗ്ഷനിൽ നിന്ന് ടൗണിൽ നിന്ന് നമ്മുടെ ഈ വാട്ടർഫാളിലേക്ക്. അത് 7.7 കിലോമീറ്റർ ഉള്ളെങ്കിലും ബൈക്കിന് 19 മിനിറ്റ് എടുക്കും, കാറിനാണെങ്കിൽ 24 മിനിറ്റ് എടുക്കും. അതായത് അതിൻ്റെ റൂട്ട് നമ്മളൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്യാവശ്യം ഹെയർ പിന്നും ചെറിയൊരു ഇടുങ്ങിയ വഴികളും അങ്ങനെ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂട്ടൊക്കെയാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇത്ര മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൽ പോയി കുളിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, പിന്നെ കാണാത്തൊരു വെള്ളച്ചാട്ടം കാണാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ഒരു വളരെ വലിയൊരു കാര്യമല്ലേ. എന്നാൽ നേരെ നമ്മൾ കണ്ണും പൂട്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നേക്കണേ. വൈഫ്, പിള്ളേർ, നമ്മുടെ ഒരാളിയൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്, അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ വന്ന് ഇറങ്ങി നടന്ന് ആ ലൊക്കേഷനിൽ വണ്ടി നിർത്തി നടന്ന് ആ പോയിന്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഈ കാണുന്ന കുളിമുറി പോലത്താണ് ടിക്കറ്റ് കൗണ്ടർ. പക്ഷേ ടിക്കറ്റ് എവിടെയെന്ന് അറിയോ? ആ സഞ്ചിക്കകത്ത് കൗണ്ടർ പൂട്ടിയിട്ടൊക്കെ ഈ ചേട്ടനാണ് ടിക്കറ്റ് തരുന്നത്. അപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേര് കയറി 90 രൂപയായിട്ടുണ്ട്. 30 × 3 90 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ വാട്ടർഫാൾ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാണുന്ന മനോഹരമായ വാട്ടർഫാളാണ് ഇതാ പൊട്ട് പോലെ കാണുന്നത്. കാണാൻ പറ്റുകയെന്നറിയില്ല, ഇതാ ചെറിയൊരു പൊട്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഞാൻ കാണിച്ചുതരാം. ആദ്യം എന്താ കമ്പിവേലിയൊക്കെ കൊണ്ട് നല്ലപോലെ വേർതിരിച്ചൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൽ തന്നെ ചുറ്റും നമ്മൾ നോക്കണമെങ്കിൽ അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്തൊരു ഭാഗം പുറത്തേക്ക് നിൽക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ഏരിയ. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലാണ് വെള്ളച്ചാട്ടം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണെന്ന് അവർ പറയണത്. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇരിപ്പായി, കുളിക്കാൻ വന്നവർ ഇരിപ്പായി. ഇത് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത് കേട്ടോ. എത്ര കിലോമീറ്റർ ദൂരെയാണ് ആ വെള്ളച്ചാട്ടം ദൈവത്തിന് മാത്രം അറിയാം. ഇതാ ഒരു ഭാഗത്തൂടെയാണ് വെള്ളം ഒഴുകിപ്പോണത്. അത് എത്ര താഴെയാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിൽ പോയി തൊടാൻ പറ്റില്ല, വെള്ളച്ചാട്ടം കാണാൻ പറ്റും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. എന്നാൽ പിന്നെ 30 രൂപ കൊടുത്ത് കയറിയാലോ, ബാത്റൂം ഫെസിലിറ്റി ഒന്ന് ഉപയോഗിക്കാമെന്ന് ഓർത്തപ്പോൾ നല്ല അടിപൊളി ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മണ്ഡപവും എന്തിനോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബാത്റൂം. നല്ല സൗകര്യമുണ്ട് കേട്ടോ. വെട്ടമില്ല, വെളിച്ചമില്ല, കഴുകാൻ വെള്ളമില്ല, വെള്ളത്തിൻ്റെ ടാങ്ക് പോലും ഇല്ല, ഡോറില്ല. പിന്നെ എന്തിനാണ് അതവിടെ പണിതേക്കണമെന്ന് അറിയില്ല. ഒരു തരത്തിലും ഒരു മെയിൻ്റനൻസ് ഇല്ലാത്തൊരു സ്ഥലം. ആ ഒരു വ്യൂ പോയിന്റ് എന്തിനാണ് ഇത്രയും പേര് കാണാൻ വരുന്നതെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ വന്ന പോലെ തന്നെയാണ് അവരും വന്നത്. അതായത് ഈ ടിക്കറ്റിൽ അവർ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് കാതറിൻ വാട്ടർഫാൾ വ്യൂ പോയിന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ മാപ്പിൽ വ്യൂ പോയിന്റ് ഇല്ല, കാതറിൻ വാട്ടർഫാൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി തന്നെ മാപ്പ് നോക്കി വരുന്നവരാണ് ഇത്രയും ആളുകൾ. മനസ്സിലായോ? ഞങ്ങളെ പറ്റിച്ചു എന്ന് പറ. ദിനം പ്രതി 100 കണക്കിന് ആളുകളാണ് ഈ മാപ്പ് നോക്കി പറ്റിക്കപ്പെട്ടുകൊണ്ട് ഇവിടെ വരുന്നത്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കാൻ വേണ്ടി തോർത്തും കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നത് പോലെ തന്നെ മറ്റു വാഹനങ്ങളിലും 2 വീലറുകളിലും കാറിലൊക്കെ വരുന്നവർ തോർത്തും കുളിക്കാനുള്ള സാധനങ്ങളും സൗകര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് വന്നത്. പുതിയ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്, കുളിച്ച് മാറിപ്പോകാനൊക്കെ ആയിട്ട്. അതെന്തുകൊണ്ടാണ് ആ മാപ്പിൽ അവർ ഇട്ടേക്കണം ഒരു ഫോട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ജെനുവിൻ ആണെങ്കിൽ ആ ഫോട്ടോസ് എടുത്ത് മാറ്റിയിട്ട് അവിടെ എന്താണോ കാണാനുള്ളത് അതിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടുത്തണം. ഇത് അവർക്കും അറിയാം. ഈ ഫോട്ടോസും വീഡിയോസും ഉള്ളതുകൊണ്ട് ഒരുപാട് ആളുകൾ കാണാൻ വരും. അതുകൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം മാറ്റാത്തതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിനേക്കാളും മനോഹരമായ മറ്റു പല വെള്ളച്ചാട്ടങ്ങളും ഇതിനേക്കാളും തൊട്ടടുത്ത് നമുക്ക് വരുന്ന വഴിക്ക് ഫ്രീ ആയിട്ട് കണ്ട് ആസ്വദിക്കാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സാരാംശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കാം.